എന്റെ ദൈവമേ, വീട്ടിലെ പണി മൊത്തം ചെയ്ത് എന്റെ നടുവൊടിയുക. ഒരു കൈ സഹായത്തിനൊരാള് ഒരാള് ഗർഭിണി, ഇളയവളാണെങ്കിൽ ജോലിക്കാരി, തന്തയാണെങ്കിൽ അതിനാണെങ്കിൽ നേരെ രാവിലെ പകലും അല്ലാണ്ട് പണിയെടുക്കും. അതിന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ വീട്ടിലുള്ള സമയത്ത് ആർക്കെങ്കിലും ഒരു മനസാക്ഷി ഓതി എന്തെങ്കിലും ഒരു സഹായം, ആരെന്ത് ചെയ്യാൻ? ഞാനവിടുത്തെ വേലക്കാരിയാണല്ലോ, ആർക്ക് എന്തിനാണ് സഹായിക്കേണ്ട ആവശ്യം എന്തിരിക്കണ്? അമ്മ ചോല് കിടുക, ഞാൻ അടിച്ചു വരാം. അയ്യോ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? എന്തെങ്കിലും ഒരു സഹായിക്കാൻ നിനക്ക് തോന്നിയായിരുന്നു? ഞാൻ പറയണ വരെ നീ എവിടെ നോക്കിയിരിക്കുമായിരുന്നു? അല്ലേ, ഒരു ഗർഭിണിയാന്ന് വിചാരിച്ച് ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടാ. രാവിലെ 10 മണിയാകുമ്പോഴാണ് എഴുന്നേറ്റ് വരണത്. എന്നിട്ട് മൂക്ക് ഇവിടെ തിന്നും, എന്നിട്ട് എവിടെ പോയി കിടക്കും, എന്നല്ലേ എവിടെ കുത്തിയിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് നീ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊന്നും ശരിയായിട്ടുള്ള പരിപാടിയല്ല. സുഖമായിട്ട് പ്രസവിക്കാൻ നീ വിചാരിക്കും വേണ്ട, ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരുന്നിട്ട്. അമ്മ, ഞാൻ മനഃപൂർവ്വം രാവിലെ വരെ കിടന്ന് ഉറങ്ങിയതല്ല, ഉറങ്ങിപ്പോയതാ. ഞാൻ രാത്രി തീരെ ഉറക്കം വരുന്നില്ലായിരുന്നു, നടുവേദനയും കാലുവേദനയും ഒക്കെ ആയിരുന്നു. ഞാൻ അമ്മ അച്ഛനൊന്നും വിളിക്കാതിരുന്ന, എനിക്ക് തീരെ വയ്യായിരുന്നു, ഉറക്കം വരുന്നില്ലായിരുന്നു. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ കെട്ടിയവറ്റ വീട്ടിൽ നിന്റെ അമ്മായിമ്മയുണ്ടല്ലോ, കുടുംബത്തിൽ കലഹം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് വിടാതെ വല്ലതും നിന്നെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കാണ്ട് ആ തള്ള എവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഇവിടെ നടക്കുമെന്ന് വിചാരിക്കരുത്. നിന്റെ അമ്മയ്ക്ക് അതിൽ കൂടുതൽ വയ്യായുണ്ട്, കൈയില്ല കാലില്ല ഒന്നുമില്ല. എനിക്ക് എല്ലാം കൂടെ എത്താൻ പറ്റണ്ടേ? ചില്ലറ പണിയാണ് വീട്ടിലുള്ളത്. നീ മാത്രമല്ല ലോകത്തിലെ ആദ്യത്തെ ഗർഭിണി, ഞാനും 2 പെറ്റതാ. എനിക്കും ഉണ്ടായിരുന്നു ഒരു ഗർഭിണി ആയിട്ടുള്ള ഒരു അവസ്ഥ. അന്ന് ഞാൻ ഇഷ്ടംപോലെ പണിയെടുക്കുമായിരുന്നു, നിന്നെ പോലെ അരങ്ങാപ്പാറ പോലെ ഇരിക്കുമല്ലായിരുന്നു. അറിയോ, സ്വന്തം തള്ളയാണ് ഇങ്ങനെ നടന്ന് പട്ടിയെ പോലെ പണിയെടുക്കുക. എന്തെങ്കിലും ഒരു മനസാക്ഷി ഓതി ഒരു കരിയിലെടുത്ത് മറിച്ചിടാൻ പോലും നിനക്കും തോന്നുന്നില്ലല്ലോ. എന്നിട്ട് വലിയ വാർത്താനം പറയാൻ വന്നേ.